റഷ്യ യുക്രൈൻ യുദ്ധം അതിതീവ്രമായി തുടരുന്നു. വെള്ളിയാഴ്ച യുക്രൈനിലെ വിവിധ മേഖലകളിൽ റഷ്യ കനത്ത ആക്രമണം നടത്തിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് വെള്ളിയാഴ്ച നടന്നത്. അതിനിടെ കുർസ്ക് മേഖലയിൽ റഷ്യയുടെ ഒരു Su-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു. എന്നാൽ റഷ്യൻ സൈന്യം യുക്രൈനിലെ ഖാർക്കിവ് നഗരത്തിൽ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. റഷ്യ ശനിയാഴ്ച 215 മിസൈലുകൾ വിക്ഷേപിച്ചതായി ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. രാത്രിയിൽ യുക്രൈനിലുടനീളം ഡ്രോണുകൾ ബോംബ് വർഷിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. ആക്രമണങ്ങളിൽ ഏകദേശം 5 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈൻ വ്യോമസേന ശനിയാഴ്ച അറിയിച്ചു. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റഷ്യ വിക്ഷേപിച്ച 87 ഡ്രോണുകളും 7 മിസൈലുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി യുക്രൈൻ അറിയിച്ചു. 2022 തുടക്കത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം വടക്കുകിഴക്കൻ നഗരത്തിൽ റഷ്യ ഏറ്റവും ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ആക്രമണത്തിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഖാർക്കിവ് മേയർ ഇഹോർ തെരേഖോവ് പറഞ്ഞു. റഷ്യയുടെ അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന 1.4 ദശലക്ഷം ജനങ്ങളുള്ള നഗരത്തിൽ പുലർച്ചയ്ക്ക് മുമ്പ് 48 ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ, 2 മിസൈലുകൾ, 4 ഗൈഡഡ് ബോംബുകൾ എന്നിവ പ്രയോഗിച്ചതായി തെരേഖോവ് പറഞ്ഞു. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ ആക്രമണം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. ശനിയാഴ്ച രാവിലെ വരെ ഖാർക്കീവിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങി. വ്യാഴാഴ്ച നഗരത്തിൽ ഒരു റഷ്യൻ മിസൈൽ പതിക്കുകയും 4 കുട്ടികൾ ഉൾപ്പെടെ 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കുർസ്കിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ റഷ്യയുടെ ഒരു സുഖോയ് Su-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യ ഇന്ത്യക്ക് Su-35 യുദ്ധവിമാനം നൽകാമെന്ന ഓഫർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കൂടാതെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനൊപ്പം യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനും സമ്മതം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച യുക്രൈൻ്റെ സുരക്ഷാ ഏജൻസി കനത്ത ഡ്രോൺ ആക്രമണം റഷ്യയുടെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയിരുന്നു. യുക്രൈന് റഷ്യ ശക്തമായ തിരിച്ചടി നൽകിയത് ഈ ആക്രമണത്തിൻ്റെ പ്രതികരണമായാണ്. 40-ലധികം റഷ്യൻ സൈനിക വിമാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ റഷ്യ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഡസൻ കണക്കിന് Tu-95, Tu-22 ബോംബറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്.